വളരെ വിശിഷ്ടമായ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താനുണ്ട്. അദ്ദേഹത്തെ എനിക്ക് ആദരിക്കണം. എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെയും എൻ്റെ ഒരു സുഹൃത്തിനെ പോലെയും എൻ്റെ എല്ലാമെല്ലാമായ, നിങ്ങളുടെ എല്ലാമെല്ലാമായ, നമ്മുടെ എല്ലാമെല്ലാമായ മമ്മൂട്ടിക്ക. നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി അദ്ദേഹത്തിന് ഒരു പൊന്നാട ഞാൻ അണിയിക്കുകയാണ്. അദ്ദേഹത്തിന് 2 വാക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. എന്താണെന്ന് കേൾക്കാം. മോഹൻലാൽ സിനിമാഭിനയം തുടങ്ങിയിട്ട് 25 വർഷങ്ങൾ തികയുന്ന ഈ ആഘോഷവേളയിൽ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തെ അനുമോദിക്കുവാനും ഈ സന്തോഷത്തിൽ പങ്കുചേരുവാനും സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാലിൻ്റെ ആഘോഷത്തിൽ അദ്ദേഹം പറഞ്ഞതുപോലെ നിങ്ങളില്ലാതെ എന്താഘോഷം. തീർച്ചയായിട്ടും നിങ്ങളോടുകൂടെ ചേർന്നാണ് അദ്ദേഹം ആഘോഷിക്കുന്നത്. നിങ്ങളോടും ഇപ്പോൾ എന്നോടുമൊപ്പം അദ്ദേഹം ആഘോഷിക്കുന്നു. ഈ ആഘോഷത്തിൽ നിങ്ങളോടൊപ്പം ഞാനും പങ്കുചേരുന്നു. എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് മിസ്റ്റർ മോഹൻലാൽ ഇനിയും ഒരു 25 വർഷം ഇതുപോലെ മലയാള സിനിമയിൽ വാഴട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ചെറുവാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ലാലേട്ടന്. പ്രിയമുള്ളവരെ, ലാലിൻ്റെ കൂടെ ഏറ്റവും അധികം അമ്മയായിട്ട് അഭിനയിച്ചത് ഞാനാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ അവസരത്തിൽ ലാൽ എന്നും ഞങ്ങളുടെ ഇടയിൽ സൂപ്പർ താരമായിട്ട് വിളങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു. ലാലിന് ദീർഘായുസ്സും ആരോഗ്യവും നേരുന്നു. നമസ്കാരം. ലാലിൻ്റെ അമ്മയായിട്ട് ഞാൻ വളരെ കുറച്ച് അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷേ ചേച്ചിയായിട്ടും കുശുമ്പി അയൽവക്കക്കാരിയായിട്ടും നോണപ്പാറുമായിട്ടുമൊക്കെ കുറേ പടങ്ങളിൽ അഭിനയിച്ച് ഉപദ്രവിച്ചിട്ടുണ്ട്. പക്ഷേ എന്നും എപ്പോൾ എവിടെ വെച്ച് കാണുമ്പോഴും ചേച്ചി എന്ന് വിളിക്കുന്ന ആ മധുര ശബ്ദം എപ്പോഴും എൻ്റെ കാതിലുണ്ട്. നാളെയും അതുണ്ടാവണം. അദ്ദേഹത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും ദീർഘായുസ്സുണ്ടാവട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും അവസാനമായിട്ട് അഭിനയിച്ച പടം ഒളിമ്പ്യൻ ആൻ്റണിയാണ്. ലാലിൻ്റെ അച്ഛമ്മയായിട്ടാണ്. വളരെ സ്നേഹം നിറഞ്ഞൊരു അച്ഛമ്മ. ലാലിൻ്റെ കൂടെ അഭിനയിക്കാൻ അതിന് പറയാൻ വാക്കുകളൊന്നുമില്ല. അദ്ദേഹത്തിന് ദീർഘായുസ്സും ഇനിയും ഉയരങ്ങളിലേക്ക് പോകാനുള്ള സന്ദർഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മോഹൻലാലിന് ഇനിയും ധാരാളം വേഷങ്ങൾ ചെയ്യാൻ ഈശ്വരന് ആയുസ്സും ആരോഗ്യവും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലേ. എൻ്റെ പ്രിയപ്പെട്ട ലാലിന്, ലാലുവിൻ്റെ അമ്മയാണ്, ലാലുവിൻ്റെ ചേച്ചിയാണ്. സഞ്ചാരി എന്ന പടം തൊട്ട് ഇന്നുവരെ ഇനി ഒരു അമ്മമ്മയായിട്ട് അഭിനയിക്കണം. അതുകൊണ്ട് ലാൽ ഇനിയും ഒരു 50 വർഷം സിനിമയിൽ തന്നെ നിന്ന് അഭിനയിക്കണം എന്ന് ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ ഐശ്വര്യങ്ങളും ദൈവം അദ്ദേഹത്തിന് കൊടുക്കട്ടെ. ഇത് എൻ്റെ ഒരു ചെറിയ ഒരു പ്രസൻറ്റേഷനാണ്. നന്ദി, വളരെ നന്ദി. ഒരുപക്ഷെ എൻ്റെ സ്വന്തം അമ്മയേക്കാൾ കൂടുതൽ അമ്മയെന്നും അല്ലെങ്കിൽ പല ഭാവങ്ങളിൽ അമ്മയെന്നും പല സന്ദർഭങ്ങളിൽ അമ്മയെന്നും ഒക്കെ വിളിച്ച് അതുപോലെ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ ചേച്ചിമാരും എൻ്റെ എല്ലാ അമ്മമാർക്കും വേണ്ടി ഞാനിത് സ്വീകരിക്കുന്നു. എല്ലാ അമ്മമാരുടെ ഹൃദയത്തിൽ എപ്പോഴും ഞാൻ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി നന്ദി നന്ദി. പ്രിയമുള്ളവരെ, എൻ്റെ സുഹൃത്തായ ഒരു ചിത്രകാരൻ ജാവൻ ചാക്കോ
ലാലിന്റെ ഒരു സ്ഫടിക ചിത്രം അദ്ദേഹത്തിന് സമ്മാനിക്കുന്നുണ്ട്. വളരെ നന്ദി.